ഹലോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നേരത്തെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നടന്ന് തൂത്തുക്കുടിയിൽ തൊട്ടടുത്തുള്ള ഹാർബർ റോഡിലുള്ള ഒരു മനോഹരമായ ബീച്ചിലാണ്. മുത്തുനഗർ ബീച്ച് എന്നാണ് ഈ ബീച്ചിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബീച്ചിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. മുത്തുകളുടെയും പവിഴങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടി കടലിൽ നിന്ന് വാരി കുറേ മുത്തുകളും പവിഴങ്ങളുമാണ്. നോക്കണേ, കോടിക്കണക്കിന് രൂപ വരുന്ന സാധനങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കും. ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് ഒരുപാട് മുത്തുകളും പവിഴങ്ങളുള്ള ബീച്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആൾക്കാരൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കിയ അടിപൊളി. ഇങ്ങനെ നമ്മളെ പഞ്ചാര മണലിൽ ചുരുങ്ങി ഇറങ്ങുന്ന മാതിരി സൂപ്പറായിട്ടുണ്ടല്ലേ. കിടക്കാച്ചേരുന്നത് കിടുകിട തിളങ്ങുന്ന കേട്ടോ. ഇതിനകത്ത് ചിലപ്പോൾ സ്വർണ്ണമൊക്കെ കാണുമോ എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ ഇതിനകത്ത് തിരഞ്ഞാൽ ചിലപ്പോൾ കാണുമായിരിക്കും. എല്ലാവരും പൊതുപ്പോ ഒറ്റയ്ക്ക് എൻ്റെ മാലയൊക്കെ കളഞ്ഞു പോകണം. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ അതിശയകരമായിരിക്കും. നമ്മൾ കന്യാകുമാരിയിലൊക്കെ കാണുന്ന പോലെ സാധനം ഇത് നമ്മുടെ കൊല്ലത്തൊക്കെ നമ്മൾ സാധാരണ ഇത് കൊല്ലം ജില്ലയിലൊക്കെ നമ്മുടെ അഴീക്കലും നീണ്ടാരെയൊക്കെ ഈ സാധനം കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കാണാറില്ല. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പക്ഷേ ഇതൊക്കെ ഈ മുത്തുകളൊക്കെ മാല ഉണ്ടാക്കാനൊക്കെ നോക്കിയാൽ വളരെ ഭംഗിയുണ്ട്. ഈ സാധനമൊക്കെ കൊച്ചു മാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ കന്യാകുമാരിയിലൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷേ അവരാരും ഇത് കാണുന്നില്ലെന്ന് ആഗ്രഹിക്കുക. തൂത്തുക്കുടി അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടില്ല. പക്ഷേ എന്തുകൊണ്ടും വളരെ എന്താ പറയുക അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണിത്. തൂത്തുക്കുടിയിലെ നമ്മുടെ മുത്തുനഗർ ബീച്ചിലാണ്. അപ്പോൾ ഇവിടെ വലിയൊരു സംഭവം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള ചില സംഭവങ്ങളും വീഡിയോകളും ഉടനെ വരും. ഓക്കെ, ഒരു ലോഡ് സാധനം ചിപ്പികളും മുത്തുകളും പവിഴങ്ങളുമുള്ള തൂത്തുക്കുടി എന്ന സ്ഥലത്ത് മനോഹരമായ ബീച്ചിൽ എന്തോരം ഭംഗിയാണെന്നൊക്കെ. ഇത് നമുക്ക് ഈ ഡെക്കറേഷൻ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈ ബോട്ടിൽ ആർട്ടിൽ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. അത്രയ്ക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ തിളക്കം ഭയങ്കര ഇതാട്ടോ, ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ അവിടെ ഓക്കെ ചങ്കുകളെ, അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വാരി കൂട്ടിയിട്ടേക്കുന്ന ഈ ഇത്രയും മുത്തുകളും പഴങ്ങളും ഏകദേശം ലക്ഷക്കണക്കിന് രൂപ വില വരുന്നതാണ് കേട്ടോ. ഇത് അതിൻ്റേതായ രീതിയിൽ ഇതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കുപ്പയിൽ വീണ മാണിക്യമല്ല. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഡെക്കറേഷൻകാർ ആവശ്യമുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഈ തൂത്തുക്കുടിയിലുള്ള അതായത് മുത്തുകളുടെയും പവിഴങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായ പഞ്ഞിക്കെട്ടുകളോടുകൂടിയ മേഘമൊക്കെയുള്ള നല്ല ബീച്ചിൽ ഈ വാരിക്കൂട്ടിയിട്ടിരിക്കുന്ന ഈ സാധനം എന്താ, ഇതിനകത്ത് മുത്തൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി മുത്തുണ്ട് കേട്ടോ. കണ്ട കേട്ടോ, ഇത് മുത്താ. എന്ത് ഭംഗിയെന്നൊക്കെ നമ്മൾ ഏതൊക്കെ ബീച്ചുകൾ കേരളത്തിലായാലും ശരി തന്നെ ദുബായിലായാലും ശരി എന്നൊക്കെ പോയാലും ബീച്ചിൽ സാധാരണ മണ്ണും കല്ലുമൊക്കെയാണ്. അപ്പം ഞങ്ങളിത് വാരിക്കൂട്ടിയത് മുത്തുകളുടെയും പവിഴങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്ന തൂത്തുക്കുടിയിലെ മനോഹരമായ ബീച്ചിൽ നിന്ന് വാരി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. നിങ്ങൾ നോക്കിയേ, വ്യത്യസ്തമായ ശംഖുകൾ, അതുപോലെ കക്കകൾ, ഡിസൈനായിട്ടുള്ള ചെറു ശംഖുകൾ, മാല കോർക്കാൻ പറ്റുന്നത്, മുത്തുമാല കോർക്കാൻ പറ്റുന്ന ശംഖുകൾ. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും പണ്ടൊക്കെ നമ്മുടെ കൊല്ലം ജില്ലയിലെ കണ്ടുവരുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട ശംഖുകൾ. ഇതൊക്കെ വംശനാശം പറ്റി നമ്മുടെ നാട്ടിൽ. തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത് സംഭവം ഇങ്ങനെ വാരിക്കൂട്ടി ഇട്ടിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെയിലാക്കാം. നല്ല ഇൻറ്റീരിയേഴ്സ് ഡിസൈനേഴ്സൊക്കെ ഉള്ളവർ ഇത് പെയിൻറ്റിങ്സിനോ അല്ലെങ്കിൽ അവിടുത്തെ ഇൻറ്റീരിയേഴ്സിനകത്ത് ഉപയോഗിക്കുന്ന പോട്ട്സിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോട്ടിൽ ആർട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ശങ്കറാണ്. അവിടെ വാരിയാണ്ട കടലമ്മ തഴുകി
ഇങ്ങനെ വാരി വാരി ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുള്ളവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കമൻറ്റ് അയക്കുക, നിങ്ങളുടെ നമ്പർ അയച്ചു തരിക. ഞാൻ കൊറിയറായിട്ട് നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, നാട്ടുകാർക്ക് എല്ലാവർക്കും കണ്ട വാരിക്കോരി മൊത്തം പൗരവും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ചരിത്ര പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങളുടെ വിശേഷങ്ങൾ ചെയ്യുന്നത് തൂത്തുക്കുടിയിൽ. അപ്പോൾ ഇവിടുത്തെ ഹാർബറും പരിസരങ്ങളും ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ്, അതായത് ഇവിടെ ഒരു തുറമുഖമുണ്ട്. ഇവിടെയാണ് പിന്നെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഷിപ്പിൽ വരുന്നതും പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇവിടെ ചരിത്രം ഉറങ്ങുന്ന ഒരു ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ